മുഹമ്മദ് റിയാസിനെ തിരഞ്ഞെടുത്തു. ഭരണഘടനയിൽ മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭരണഘടനയിൽ നിന്നും മതനിരപേക്ഷത അടിസ്ഥാനപരമായി മനുഷ്യത്വത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ജനകീയ പോലീസ് നയം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയമായ പോലീസ് നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അതിനെക്കുറിച്ച് IG അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസ്, അതെ ആരായാലും ആ പോലീസുകാരന്റെ തലയിൽ തൊപ്പി ഉണ്ടാകില്ല. കാരണം അത് ഇടതുപക്ഷ പ്രസ്ഥാനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ PA മുഹമ്മദ് റിയാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം. ഒരു ടൂറിസ്റ്റ് പോലീസിംഗ് എന്നുള്ളൊരു കൾച്ചർ ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാമ്പസിലും കോളേജുകളിലും ടൂറിസം ക്ലബ്ബ്, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതോടെ പറഞ്ഞു, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കീഴിലുള്ള 3 ജില്ലകളിലെ എല്ലാ ക്യാമ്പസിലും ടൂറിസം ക്ലബ്ബ് ഉണ്ടാകും. അവിടെ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്യും, ഒരു ഗൈഡായി ഓരോ പഞ്ചായത്തിലും ഒരു 10 ടൂറിസ്റ്റ് പോലീസ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സഞ്ചാരി വന്നാൽ ഒരു കടലാസ് നിലത്തിട്ടാൽ വളരെ പൊളൈറ്റായി അത് ഇടരുതെന്ന് പറഞ്ഞ് ഇനി പിന്നെ ഇട്ടാൽ അത് എടുത്ത് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടുന്ന ഒരു കൾച്ചർ, അപ്പം അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞത് വളരെ എല്ലാ പഞ്ചായത്തിലും ഒന്നിൽ കുറയാത്ത ഡെസ്റ്റിനേഷനുകൾ ഉണ്ടാക്കാനാകും. അതായത് പ്രകൃതി മനോഹാരിതയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, സാംസ്കാരികവും ചരിത്രപരമായ പ്രത്യേകതകളുടെ കേന്ദ്രങ്ങൾ, ജനങ്ങളുടെ ഭക്ഷണ രീതി, ജനങ്ങളുടെ പല കലാ താല്പര്യം, മറ്റു പല പ്രത്യേകത, ഇതൊക്കെ കോർത്തിണക്കുന്നതാണ് ടൂറിസം. ആ നിലയിലുള്ള ഡെസ്റ്റിനേഷൻ. കരാറുകാരെ കൂട്ടി അല്ലെങ്കിൽ കരാറുകാർ MLA-മാരുടെ റെക്കമെൻഡിൽ മന്ത്രിയുടെ അടുത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ പല രീതിയിലേക്കും ദോഷത്തിന് കാരണമാവും. അതിൽ ബഹുമാനപ്പെട്ട MLA-മാരുടെ ശ്രദ്ധയിലും കൂടി ഒരു കാര്യം പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരാറുകാരും നമ്മൾ തൊട്ടുകൂടാൻ പറ്റാത്തവരല്ല. പക്ഷേ കരാറുകാരെ കൂട്ടി, കരാറുകാരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരുടെ അസോസിയേഷൻ വരുന്നുണ്ട്. പക്ഷേ കരാറുകാരെ കൂട്ടി അല്ലെങ്കിൽ കരാറുകാർ MLA-മാരുടെ റെക്കമെൻഡിൽ മന്ത്രിയുടെ അടുത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ പല രീതിയിലേക്കും ദോഷത്തിന് കാരണമാവും. കരാറുകാർ മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവർ പ്രവൃത്തി പൂർത്തീകരണം കഴിഞ്ഞൊരു നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ്. ഈ പരിപാലന കാലാവധി സമയത്തുള്ള അറ്റകുറ്റപ്പണിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കരാറുകാർക്കുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നന്നായി ടാർ ചെയ്ത റോഡ്. വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഇവിടെ MLA-മാരുടെ യോഗത്തിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടായി, ഇന്ന ആളുകൾ പറഞ്ഞു, ആഞ്ഞടിച്ചു. അതിൻ്റെ ഭാഗമായി മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഖേദം പ്രകടിപ്പിച്ചു, എൻ്റെ നിലപാടിൽ നിന്നും പിറകോട്ട് പോയി എന്നൊക്കെ വ്യാപകമായി ഒരുപോലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, MLA-മാരുടെ യോഗത്തിൽ ഒരാൾ പോലും ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല. 2, ഞാൻ എവിടെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരടി പിറകോട്ട് പോയില്ല. ഒരു 5% ഭാഗം മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമാണ്. ഏതൊരു മനുഷ്യനും അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും. അദ്ദേഹം ചിറാപ്പുഞ്ചിയാണ് പറഞ്ഞിട്ടുള്ളത്. ചിറാപ്പുഞ്ചി മേഘാലയയിലെ അതിനേക്കാൾ അവിടെ 10,000 കിലോമീറ്റർ റോഡാണുള്ളത്. കേരളത്തിൽ 3.5 ലക്ഷത്തോളം റോഡുകളുണ്ട്. കേരളത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും അതിൽ മഹാഭൂരിപക്ഷ റോഡുകൾക്കും ഒരു കേടും പറ്റിയിട്ടില്ല. അതിപ്പോഴും സംരക്ഷിക്കപ്പെട്ടു. ആണെങ്കിൽ എന്ന സാങ്കല്പിക ചോദ്യത്തിന് എന്തായാലും ഞാൻ ഉത്തരം പറയാനില്ല. ഒന്നാമത് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട്
നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ